നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഭാബിക്ക് ആകെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. അച്ഛൻ്റെ മോളല്ല അലീന ചേച്ചി എന്ന് പറയുന്നു. അതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. അച്ഛൻ പിന്നെ എന്തിനായിരിക്കും അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അച്ഛൻ അങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? കാരണം അച്ഛൻ സ്വയം നാണം കിടന്ന് എന്തിനാണ് അലീന ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് അത് ബബിതയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. ബബിത പിന്നീട് ആലോചിച്ചു, ഒരു കാര്യം ചെയ്യാം. മനുവേടന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. മനുവേടനോടൊന്ന് വിളിച്ച് ചോദിക്കണം. മനുവേടനോട് പറയാം അലീന ചേച്ചിയോട് പോകണ്ടെന്ന് പറയാനായിട്ട്. ചിലപ്പം മനുവേട്ടൻ പറയുവാണെങ്കിൽ അലീന ചേച്ചി അനുസരിക്കുമായിരിക്കും, പോകില്ലായിരിക്കും എന്നൊക്കെ ഒരു ചിന്ത ബബിതയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് അലീന എന്ത് ചെയ്തു? പത്രമൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നു. അങ്ങനെ പത്രം അവിടെ വെച്ചിട്ട് ചായയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ മൈൻഡ് ചെയ്തില്ല. അലീന ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞെങ്കിലും ബാലേന്ദ്രൻ മൈൻഡ് ചെയ്യാതെ ആ പത്രം വാങ്ങിച്ചത് നോക്കുകയാണ്. അപ്പോഴേക്കും അലീന ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛനോട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അച്ഛൻ എന്താ തിരിച്ച് വിഷ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അതിനൊരു മറുപടിയും പറഞ്ഞില്ല ബാലേന്ദ്രന്. എന്താ അച്ഛനത് എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ചു. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല, മുഖത്തേക്ക് പോലും നോക്കിയില്ല. അലീനയ്ക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമായി. അലീന പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം കൂടെ പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അങ്ങനെ ഇപ്പം പത്രം വായിക്കണ്ട, ഞാനൊരു കാര്യം പറയുന്നത് ചോദിക്കുന്ന എന്തേലും അച്ഛൻ കേൾക്കുന്നുണ്ടോ? അച്ഛൻ എന്താ എന്നോട് മിണ്ടിയാൽ? അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ല. ഞാനായിട്ട് പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യം നീ അത് അല്ലെന്നാക്കി വിട്ടില്ലേന്ന് ചോദിച്ചു. എന്ത്? ദേ ഇനി എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണം. നീ എന്തിനാ ബാബിദേയോടും രോഹിത്തിനോടും ഒക്കെ ഞാൻ നിന്റെ അച്ഛനല്ലെന്നുള്ള കാര്യം പറഞ്ഞേ? ഓ, അതാണോ കാര്യം? നിനക്ക് നിസ്സാരമായിരിക്കും. അവരെൻ്റെ മുന്നിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം ഉരുകി എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? അവരുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി പോയില്ലേ? അച്ഛൻ അവരോട് അങ്ങനെ പറഞ്ഞെന്നോർത്തോണ്ട് ഞാൻ അച്ഛനെ അച്ഛാന്ന് തന്നെയല്ലേ വിളിക്കുന്നേ. അതിനെന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട് അച്ഛൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞെന്നോർത്തോണ്ട് ഞാൻ അച്ഛൻ്റെ സ്വന്തം മകളാകില്ല. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഓഹോ, അപ്പം നീ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് എത്രയും കാലം അച്ഛനെന്ന് വിളിച്ചുകൊണ്ടിരുന്നല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഒരിക്കലും ഇല്ല അച്ഛനൊരു കാര്യം ഓർമ്മ വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾ അച്ഛാന്ന് വിളിക്കുന്നത് അത് ബാലേന്ദ്രൻ മേനോനെയാണ്. അത് ആ വിളിച്ച നിമിഷം ഉണ്ടല്ലോ, ഞാൻ അനുഭവിച്ച സന്തോഷം, അതിന്നും ഞാനത് അനുഭവിക്കുന്നുണ്ട്. അച്ഛനെ ഓരോ തവണ അച്ഛാന്ന് വിളിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ഇത്രയും കാലം ഈ 10-23 വർഷം എനിക്ക് അച്ഛനും അമ്മ ആരെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഒരാളെ ഞാൻ അച്ഛാന്ന് മുഖത്ത് നോക്കി വിളിക്കുന്നേ. അവർ തിരിച്ചെന്നെ മോളെന്ന് വിളിക്കുമ്പോൾ ആ ഒരു സന്തോഷം, നമ്മൾ തമ്മിൽ അച്ഛനും മോളും അല്ലെങ്കിലും പക്ഷെ ഞാൻ അച്ഛനെ അച്ഛനായിട്ടും അച്ഛനെന്നെ മോളുമായിട്ടല്ല കണ്ടുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. എനിക്കറിയാം അച്ഛൻ ഇതിന് കാരണം എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും വെറുപ്പിച്ചിട്ടാണ് അച്ഛനെന്നെ മോളായിട്ട് അംഗീകരിച്ചത്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ അച്ഛൻ്റെ മോളാന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പം അച്ഛൻ എത്രമാത്രം നാണക്കേടുണ്ടായി, വേദനകളും വിഷമവും ഉണ്ടായി. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെങ്കിലും ഞാനത് തിരുത്തിയിട്ട് പോകണ്ടേ? ഞാൻ കാരണം അച്ഛനുണ്ടായ വേദനയും വിഷമം ഇല്ലാതാവണ്ടേ? അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുമോ? ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ ആൾക്കാരുടെ മുന്നിൽ തെറ്റുകാരനായിട്ട് നിൽക്കുന്നേ, അതെന്നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിഷമകരമായ കാര്യമെന്നറിയാവോ? കാര്യം പറഞ്ഞാൽ ഞാൻ അച്ഛനെ അച്ഛാന്ന് വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിനേക്കാളുപരി അച്ഛനെ മറ്റുള്ളവരെ വേറൊരു കണ്ണും കൊണ്ട് നോക്കുന്നേ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറം ഇപ്പം മാഡത്തിൻ്റെ കാര്യം തന്നെയാണല്ലോ എന്ന് ഓർത്തു നോക്കിയേ. ഞാൻ അച്ഛൻ്റെ അവിഹിത സന്തതിയാണ്. അപ്പം അച്ഛൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് മാഡമാണെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കുത്തി പറയാറില്ലേ? എനിക്കറിയാം, ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കതൊക്കെ തിരുത്തണം എന്ന് തോന്നി. വെറുതെ എന്തിനാ അച്ഛാ? സ്വന്തം മക്കളാണെങ്കിലും ബബിതയാണെങ്കിലും രോഹിത്തൊക്കെ ആണെങ്കിലും ഒരു നിമിഷം അച്ഛനെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അച്ഛന് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു അഭിഹിത ബന്ധം. ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞു അവരോട് അങ്ങനെയൊക്കെ പറയാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ. എനിക്കറിയാം അച്ഛനെ. ആരൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ അച്ഛാന്നുള്ള വിളി മാറ്റാനായിട്ട് പോകുന്നില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും ഇത് തന്നെയായിരിക്കും, അതിനൊരു മാറ്റം വരാനും പോകുന്നില്ല. ഞാനിവിടുന്ന് പോയാലും അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഓഹോ, അപ്പം നീ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചല്ലേ? പോവാതെ പറ്റില്ല ഞാനിവിടുന്ന് പോയെങ്കിലല്ലേ മാഡം ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനും ഒക്കെ അവരുടെ അമ്മ ഇവിടെ വേണമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷെ ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് മാഡം ഇങ്ങോട്ടേക്ക് വരാത്തെ. മാഡത്തിൻ്റെ വാശിയും വൈരാഗ്യവും ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പം മാഡം ഇങ്ങോട്ടേക്ക് വരാതിരിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയേക്കാന്ന് വെച്ചിരിക്കുന്നത്. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. നീ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തെങ്കിൽ പിന്നെ എന്നോട് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ട. അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛന് നന്മയെ കരുതിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നേ. എനിക്ക് വേണേൽ ഇവിടെ നിൽക്കാം, വാശിയും വൈരാഗ്യം കാണിക്കാം. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് നേട്ടം ഉണ്ടാക്കും? ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. കുട്ടികൾക്ക് അവരുടെ അമ്മയെ നഷ്ടമാവും. പിന്നെ അച്ഛനൊരു കാര്യം കൂടെ ചെയ്യണം. ഞാൻ ഇവിടുന്ന് പോയാലും ഞാൻ ആരാന്നുള്ള സത്യങ്ങളൊന്നും ആരോടും വിളിച്ചു പറയാതിരിക്കണം. അത്ര മാത്രം ഒരു ഉപകാരം ചെയ്യണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതെന്താളും നടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഭയങ്കര വിഷമായി. അച്ഛനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതേ സമയത്ത് ബബിത മനുശങ്കരെ വിളിക്കുകയാണ്. അപ്പോഴേക്കും മനു വെച്ചു, എന്ത് പറ്റി? പതിവില്ലാത്ത വേണം ഒരു കോളൊക്കെ. അതെ, എനിക്ക് മനുവേണ്ണോട് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത്? അത് പിന്നെ അലിയനി ചേച്ചി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം? അലിയനി ചേച്ചി അച്ഛൻ്റെ മോളല്ലെന്ന്. അത് കേട്ടപ്പം മനുശങ്കർ ഒന്നും മിണ്ടിയില്ല. അല്ല, സത്യമാണോ മനുവേട്ട? അല്ല, നിങ്ങളോട് എന്താ അലീന പറഞ്ഞേ? അലിയനി ചേച്ചി മാത്രമല്ല, അച്ഛനും അങ്ങനെ തന്നെ പറഞ്ഞേ. എങ്കിലത് ശരിയായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭവിത പറഞ്ഞു, ഈ കാര്യങ്ങൾ രോഹിത്തേട്ടനോട് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാലം എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അലീന ചേച്ചി ഈ വീട് വിട്ട് പോകുകയെന്നാ പറയണേ. ഒരുപക്ഷെ മനുവേട്ടൻ പറയുവാണെങ്കിൽ അലീന ചേച്ചി കേൾക്കുമായിരിക്കും. അലീന ചേച്ചി ഇവിടുന്ന് പോകത്തില്ലായിരിക്കും. മനുവേട്ട ഒന്ന് പറയാവോ അലീന ചേച്ചിയോട് ഈ വീട്ടിൽ നിന്ന് പോവലെന്ന്? ഇതെൻ്റെ ഒരു റിക്വസ്റ്റാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അവൾ പോകാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പം നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. അവളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. എന്തുദ്ദേശമാണ്? അലീന ചേച്ചി ഇവിടുന്ന് പോയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞോ? അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മയെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടപ്പം മനു പറഞ്ഞു, അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വേണമെന്ന് സംസാരിച്ച് നോക്കാം. അവളുടെ തീരുമാനത്തിൽ മാറ്റം വരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവൾ ആ വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെയൊക്കെ നന്മയെ കരുതിയിട്ടാ. എന്നും അവൾ അങ്ങനെ കരുതിയിട്ടുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാവണം, അല്ലാതെ ആ കുടുംബം ഒരിക്കലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് അവൾ ഒന്നും ചെയ്തിട്ടില്ല. ആ കുടുംബത്തിലേക്ക് വന്ന് കയറി അന്ന് മുതൽ എനിക്ക് അവളെ അറിയാവുന്ന. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, മനുവേട്ട ഒന്നും സംസാരിക്കുക എന്ന് പറഞ്ഞു. മനുവിന് മനസ്സിലായി ബബിതയുടെ മനസ്സിൽ എന്താന്ന്. കാരണം ഇത്രയും നാളും അവളോട് വെറുപ്പായിരുന്നു അലീനയോട്. പക്ഷെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം, സ്വന്തം ചേച്ചിയായിട്ട് കരുതി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇല്ലാതെ പറ്റില്ല എന്നായി. അപ്പോൾ അലീന പോകാമെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ്. ഒടയിലും മനു ഉറപ്പ് കൊടുത്തു, ഞാൻ സംസാരിച്ച് നോക്കാമെന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനു അലീനയെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ടനെ അറിയാലോ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മാഡം ഇങ്ങോട്ടേക്ക് വരത്തില്ല. വെറുതെ ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അല്ല, നീ എങ്ങോട്ട് പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല മനുവേട്ട. മനുവേട്ടൻ്റെ സഹായം കൂടെ എനിക്ക് കൂടിയേ തീരുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി വേണം. അതിന് മനുവേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, പക്ഷെ ഞാൻ ഉറപ്പൊന്നും പറയില്ല. ഇപ്പം തന്നെ ബബിത എന്നെ വിളിച്ചിട്ട് പരാതി പറഞ്ഞു, നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടല്ല, നിന്നെ എങ്ങനെയാലും അവിടെ പിടിച്ചു നിർത്തണമെന്ന്. ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്കൊക്കെ നല്ല സങ്കടമുണ്ട് നീ പോകുന്നതുകൊണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് പോകണമെന്ന് അത്ര നിർബന്ധമുണ്ടോ? മനുവേട്ട, മനുവേട്ടൻ അറിയാലോ, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മാഡം ഇങ്ങോട്ടേക്ക് വരത്തില്ല. അവിടെ ചിലപ്പോൾ വാടക വീട്ടിലേക്ക് പോകത്തുള്ളൂ കൊല്ലപ്പള്ളിയിൽ നിന്ന്. കുട്ടികൾക്കും അത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ എല്ലാവർക്കും എന്നോടൊരു ദേഷ്യം തോന്നുകയും ചെയ്യും. പിന്നെ ഞാനായിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? നമുക്കൊരു സ്ഥാനം ഇല്ലാത്തടത്ത് നമ്മൾ പോകുന്നതല്ലേ നല്ലത്. സ്ഥാനമില്ലെന്ന് ആര് പറഞ്ഞു? അവിടെ എല്ലാവരും നിന്നെ അങ്ങനെയാണോ കാണുന്നതെന്ന് ചോദിച്ചു. അല്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവർ തിരിച്ചു പറയും. ചിലപ്പോൾ അലീന ചേച്ചി കാരണമല്ലേ ഞങ്ങളുടെ അമ്മ ഇവിടെ നിൽക്കാത്തതെന്ന് ചോദ്യം ചോദിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, എപ്പോഴാണെങ്കിലും ഞാൻ ഇവിടുന്ന് പോകേണ്ടവളല്ലേ. ഒരു ദിവസം മുമ്പേ പോയാൽ അതല്ലേ മനുവേട്ടാ നല്ലത്. അപ്പോഴേക്കും മനു പറഞ്ഞു, ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. ഞാനിപ്പോൾ എന്ത് പറയാനാ? എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം അറിയാലോ, എവിടെ പോയാലും ഞാൻ നിന്നോടൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അലീനയൊന്നും മിണ്ടിയില്ല. കാരണം മനുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അലീനയ്ക്കറിയാം. മനു കല്യാണം കഴിക്കുമെങ്കിൽ അത് അലീനയെ മാത്രം കല്യാണം കഴിക്കുള്ളൂ എന്നും പറഞ്ഞും കഴിഞ്ഞു. അപ്പം അതിന് എന്ത് മറുപടി പറയണമെന്ന് അലീനയ്ക്കറിയില്ല. പിന്നീട് മനു പറഞ്ഞു, ഞാൻ നോക്കട്ടെ.
എന്തേലും ജോലിയുടെ കാര്യം ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. പക്ഷേ എനിക്ക് അങ്കിളിനോടും കൂടെയാണ് സംസാരിക്കണം. എനിക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്കിളിനെ കൂടെ തീരുമാനം അനുസരിച്ചോ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം നാളെ ഒരു ദിവസം അങ്കിൾ എന്നെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഞാനും അങ്കിളും കൂടെ കൂടിയിട്ടാണ് നിന്നെ അവിടേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ പിന്നെ അങ്കിളിനെ കൂടെ തീരുമാനം അറിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് മണിശങ്കർ ബാലേന്ദ്രനെ കാണാനായിട്ട് പിന്നെ വരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ബാലേന്ദ്രൻ എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നില്ല അലീനെ ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട്. കാരണം അലീനെ പോയിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പിന്നെ ബാലേന്ദ്രൻ അടങ്ങിയിരിക്കാനും പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.